യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവരാജ്യം കാണണമെങ്കിൽ പുതുതായി ജനിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ, യേശുവിന് ഒരാളെ കാണുമ്പം അവൻ്റെ തുടക്കവും അറിയാം, ഒടുക്കവും അറിയാം. അറിയാവോ? ഒരാൾ നിമിത്തം നമുക്ക് വലിയ നന്മയുണ്ടാവുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാസ്റ്റർമാർ ചിലപ്പം സോപ്പിട്ട് പറഞ്ഞു കാണും, മിണ്ടുന്നില്ല. എന്നാൽ യേശു അങ്ങനല്ല. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിനറിയാം എൻ്റെ അടക്കത്തിങ്കൽ എൻ്റെ ശരീരം അഴിച്ചിറക്കാനും രഹസ്യ ശിഷ്യനായി എനിക്ക് വേണ്ടതെല്ലാം ചെയ്യേണ്ടവനാണ് ഇവനെന്ന് അറിഞ്ഞിട്ട് പോലും പറയുക, എൻ്റെ രാജ്യത്തിൽ കടക്കണമെങ്കിൽ പുതിയതായി ജനിക്കണം. ഒരാമയും പറയണം. നീ എന്ത് ചെയ്യുന്നല്ല, ഞാൻ നല്ല സ്തോത്രകാഴ്ച ഇടുന്നു, പക്ഷെ സ്വർഗത്തിൽ പോയില്ലല്ലോ. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ ഒരുവൻ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ എന്തോ ചെയ്യണം? പുതിയതായി ജനിക്കണം. അപ്പൊ നിക്കോദിമോസിനോട് സംശയം. മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇനി ഒരു 5 മിനിറ്റ് ബൈബിൾ പഠന. ആര് സ്വർഗത്തിൽ പോവും, ആര് സ്വർഗത്തിൽ പോത്തില്ല? ഇത് കഴിഞ്ഞ ആഴ്ച നീ കൈ കൊടുത്തേച്ച് ചോദിച്ചോണം, പോവോ എന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ അടുത്ത ദൂത് പറയാൻ. ഇവിടെ നിന്ന് ദുബായിലോട്ട് പോവാണേ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവരോട് ചോദിക്കണം. നമ്മൾ കൊണ്ടുപോകുന്ന ലഗേജ് അവരിന്ന് സ്കാൻ ചെയ്ത് കയറ്റി അങ്ങ് വിടും. പക്ഷെ നമ്മുടെ കയ്യിൽ ആ സ്കാനിങ് മെഷീൻ അവിടെ ചെല്ലുന്നതിന് മുമ്പേ എന്തോ അങ്ങോട്ട് കൊണ്ടുപോവാം, എന്തോ കൊണ്ടുപോകില്ലെന്നൊരു ലിസ്റ്റ് എഴുതി ഗുണനം വരച്ചിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് വിടത്തില്ല. ഇവിടുന്ന് ദുബായ് ഫ്ലൈറ്റ് കയറ്റാൻ നിന്നെ കൊടഞ്ഞിട്ട് പരിശോധിക്കുമെങ്കിൽ ബ്രദർ റാഡോയുടെ വാച്ച ഊരി ട്രൈക്കകത്തിടണം. അടിപൊളി ബെൽറ്റാ ഇട്ടോ, പക്ഷെ ഇപ്പൊ ഊരി. കണ്ണാടി, മൊബൈല്, നീ അല്ലാതെ നിന്റെ ദേഹത്തെ 1000 രൂപയുടെ വസ്ത്രം അല്ലാതെ മറ്റെല്ലാം ഊരിയിട്ടോണം. ഇവിടുന്ന് ദുബായ് കൊണ്ടുപോകാനാ. നീ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത്, നീ വിസ എടുത്ത്, നീ പോകുന്നിടത്തേക്കുള്ള പരിശോധനയാ. എന്നിട്ട് അങ്ങോട്ട് കയറുമ്പോൾ കൂക്കൂന്ന് അടിച്ചു പോയെങ്കിൽ നമ്മളെ ഇങ്ങ് വിളിക്കും, പോക്കറ്റ് തപ്പിക്കേ. അന്നേരം KSRTC എന്നിറങ്ങിയപ്പം കിട്ടിയ 1 രൂപ കളയാതെ പോക്കറ്റിലെടുത്ത് കിടക്കുക. അതും കൊണ്ടുവന്ന് എന്നിട്ട് അങ്ങോട്ട് കയറിയിട്ട് നിന്നെ ഇങ്ങനെ നിർത്തും. എന്നിട്ട് അവൻ ഇങ്ങനെ മിഷൻ പറയുക, ഇവൻ ഓക്കെ ആന്ന് പറഞ്ഞില്ല, നീ അവിടെ ഇങ്ങനെ. ഞാനൊരു ദിവസം ഒരിടത്ത് പോകാൻ ചെന്നപ്പം ഒരുത്തന്റെ കൈ ഓപ്പറേഷൻ ചെയ്തപ്പം അവനോട് കൂടിയ സ്റ്റീൽ ഇട്ടത്. അവിടെ ചെല്ലുമ്പോ കൂക്കു അടിക്കുക, വിട്ടില്ല. പിന്നെ ഭാര്യ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ഇരുന്നത് വാട്സാപ്പ് വഴി വിട്ട് അത് കാണിച്ച പിന്നെ എന്നിട്ട് പോകുമ്പം ഇവന്റെ ബോർഡിംഗ് പാസിൽ എഴുതി വിട്ടു. അവിടെ ചെല്ലുമ്പോഴും അടിക്കാൻ സാധ്യതയുണ്ട്.
ഒരു കുഞ്ഞ് സ്റ്റീൽ കമ്പി നിന്നെ ഇവിടുന്ന് ദുബായിക്ക് പോകുമ്പോൾ കൊണ്ടുപോകത്തില്ലെങ്കിൽ, ദുബായ് എന്നൊരു രാജ്യം പറഞ്ഞ, ഈ രാജ്യത്തുനിന്ന് ആ രാജ്യത്തൊക്കെ വിടത്തില്ലെങ്കിൽ സ്വർഗം ഒരു ഈസി ഗോയിങ് ആയിട്ട് എടുക്കരുത്. അങ്ങനെ പോകത്തില്ല. അതിച്ചിരി പാടാണ്. വില കൊടുത്തത് എന്തിനാ? പലതും ത്യജിച്ചത് എന്തിനാ?